ഹായ് ഹലോ. ഞങ്ങൾ ചാവക്കാട് മറൈൻ വേൾഡിൽ പോയതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ലോങ് വീഡിയോയാണ് ഇത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ഇങ്ങനെ ക്രിസ്മസിന് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എവിടെയെങ്കിലും പോകണം എന്ന് പിള്ളേർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തതാട്ടോ ചാവക്കാട് മറൈൻ വേൾഡിലൊന്ന് പോകാം. കുറേ നാളായി പറയുന്നു. അത് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഫിഷിനെയൊക്കെ. അപ്പം അവന് ഇഷ്ടമാവുമല്ലോ അങ്ങനെ വിചാരിച്ച് പോയതാട്ടോ. നമ്മൾ നേരത്തെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ച്, പക്ഷേ നമ്മൾ 11:30 ആയിട്ടോ ഇറങ്ങിയപ്പോൾ. അവിടെ ഒരു 7 മണി വരെ എന്തോ ഉണ്ടായിരുന്നു. ഞങ്ങൾ ശനിയാഴ്ചയാണ് കേട്ടോ പോയത്. അപ്പം നമ്മൾ 11:30 ഇറങ്ങി കഴിഞ്ഞ് പോകുന്ന വഴിക്ക് നമ്മളൊരു 1:30 ആയപ്പോഴത്തേക്കും മതിലകത്ത് നിന്ന് നിസ്കാരവും കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചോറ് പാത്രത്തിലും അതേപോലെ മീൻകറിയും ഒലത്തൊക്കെയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എവിടെ പോയാലും ഉച്ചക്കത്തേക്കുള്ളത് എടുക്കാറുണ്ട്. രാത്രി നമ്മൾ പുറത്തുനിന്നും കഴിക്കും. അങ്ങനെയാണ് മിക്കപ്പോഴും നമ്മൾ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണവും കഴിച്ച് നമ്മൾ നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ഒട്ടും വണ്ടി അനങ്ങുന്നുണ്ടായിരുന്നില്ല. ഒന്നത് ചെറിയ റോഡും കാര്യങ്ങളൊക്കെയാണ്. റോഡ് പണിയും ഒരുപാട് നടക്കുന്നുണ്ട്. തൃശ്ശൂർ റോഡ് സൈഡ് ചാവക്കാട് റോഡിലൊക്കെ നല്ലപോലെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഏത് ഡയറക്ഷനിലൂടെ പോകണം എന്ന് തന്നെ മനസ്സിലാവാത്തൊരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു കേട്ടോ. ബ്ലോക്കായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോൾ 4 മണിയായിട്ടോ. അത്രയും ബ്ലോക്കായിരുന്നു. 4 മണി ഇവിടെ നിന്നൊരു 3.5 മണിക്കൂറായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നത്. 3 മണിക്കൂറിനടുത്ത്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും 4 മണി. അവിടെ കയറി കഴിഞ്ഞപ്പോൾ നല്ല രസമുള്ളൊരു, എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരു വൺ ടൈം എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു പെറ്റ്സിനെയും ഫിഷിനെയും ഒക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. കാരണം അതേപോലെ അവർ സെറ്റപ്പ് ചെയ്ത് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് രസമാണ്. എല്ലാം അവർ അക്യൂറിയൊക്കെ നല്ല നീറ്റാണ്. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒന്നും നീറ്റല്ല, നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ കിട്ടാറില്ല. ഇത് നല്ല ക്ലിയർ വിഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. മീനുകളൊക്കെ പോണതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഒരുപാട് വെറൈറ്റി മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കടലിൻ്റെ അടിയിലുള്ള മിക്ക സാധനങ്ങളും നമ്മളവിടെ കണ്ടിട്ടോ. ഒരുപാട് നമ്മൾ കാണാത്ത മീനല്ലാത്ത ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മളവിടെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഒരു വൺ ടൈം എന്തായാലും പോകണം കേട്ടോ. പോയി നോക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നല്ലപോലെ ഇഷ്ടമാവും. പെറ്റ്സും എല്ലാം ഉണ്ട്. ബേർഡ്സിൻ്റെ ഫീഡിങ് ഉണ്ട്, അതേപോലെ ഫിഷ് ഫീഡിങ് ഉണ്ട്. അപ്പോൾ ഒരു രസമാണ് അവിടെ പോയി കഴിഞ്ഞാൽ. നമുക്ക് എന്തായാലും ഒരു 1.5-2 മണിക്കൂർ അവിടെ എന്തായാലും സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ടിക്കറ്റ് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. 400 രൂപയാണ് കേട്ടോ 60 വയസ്സ് വരെ ഉള്ളവർക്ക്. 60 തൊട്ട് മേളിലേക്ക് 350. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 280 കേട്ടോ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ആ ഒരു റേറ്റാണ്. അപ്പോൾ റേറ്റ് ഇച്ചിരി കൂടുതലാണ്, പക്ഷേ നല്ല രസമാണ് അവിടെ. നമുക്ക് എന്തായാലും ഒരു വൺ ടൈമായിട്ട് എന്തായാലും പോകണം കേട്ടോ. അതേപോലെ അവിടെ ഫിഷ് സ്പാ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറേ നേരം കാലൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കാം. നല്ല രസമാണ്. നല്ല ഇക്ലിയാവും. നമ്മൾ ഇങ്ങനെ ഒരു സ്പേസ് അങ്ങനെ തന്നെ കൊടുത്തേക്കാണ് അവർ ഫിഷ് സ്പാക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കാലിട്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും മീനുകൾ വന്ന് നമ്മൾ ഇക്കിളിയാക്കും കേട്ടോ. കൊത്തി എടുക്കുന്നതാണ്. നമ്മുടെ കാലിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ കൊത്തി എടുക്കുന്നതാണ്. പക്ഷേ നല്ല സോഫ്റ്റാണേ. ഇങ്ങനെ നമുക്കിങ്ങനെ സോഫ്റ്റായിട്ടൊരു ഫീലിംഗ് ഒക്കെ ആയിരിക്കും കിട്ടുക. ഒരുപാട് വെറൈറ്റി മീനുണ്ട്. ഷാർക്ക്, എൻ്റെ മോന് ഷാർക്കും ബ്ലൂ വെയിലിനൊക്കെ ആയിരുന്നു അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നല്ല വലിയ ഷാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ ആൾ നല്ല ഹാപ്പിയായി. പിന്നെ അതേപോലെ നല്ല ട്യൂബ് പോലത്തെ അക്വേറിയമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് രൂപങ്ങൾ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഗെറ്റപ്പായിട്ടിരിക്കുന്നത് കേട്ടോ. അതേപോലെ റെയിൻ ഫോറസ്റ്റും അതേപോലെ ആമയും കാര്യങ്ങളും എന്തൊക്കെ വെറൈറ്റി മീനാണ്. അതേപോലെ തെരണ്ടികൾ തന്നെ പല നിറത്തിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കോമൺ ആയിട്ട് പുറത്ത് കാണാറ് ഒന്നെങ്കിൽ ഗ്രേ കളറും കാര്യങ്ങളൊക്കെയാണ്. ഇത് ബ്രൗൺ കളറിലുണ്ട്. അതേപോലെ പിന്നെ ബ്ലാക്കും വൈറ്റും കോമ്പിനേഷൻ ഉണ്ട്. നല്ല രസമാണ്. നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ വരും കേട്ടോ. അതിങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് തെരണ്ടികളൊക്കെ അവിടെ കാണാൻ പറ്റും കേട്ടോ. കുട്ടികളെയും കൊണ്ടൊക്കെ പോയാൽ നല്ല അടിച്ച് പൊളിച്ചൊക്കെ ഇരിക്കാം. പിന്നെ അതേപോലെ അവരുടെ തന്നെ അവിടെ ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനെന്തോ ചെറിയ ഫണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് നടക്കാനുള്ളൂ ബീച്ചും കാര്യങ്ങളിലേക്ക്. അതേപോലെ നമുക്ക് ഈ മരുഭൂമിയിലേക്ക്, എനിക്ക് പേരറിയില്ല ആ വണ്ടിയുടെ, അതൊക്കെ ഓടിച്ചാൽ നമുക്ക് അതിനൊക്കെ ചെറിയ റേറ്റ് ഉണ്ട് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട്. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോവാം. പിന്നെ ഫിഷ് ഫീഡിങ് ഉണ്ടായിരുന്നു. അതെൻ്റെ മോന് പേടിയായിരുന്നു കേട്ടോ. ഭയങ്കര പേടിയായിരുന്നു. നമുക്കൊരു വൺ ടൈം എന്തായാലും എക്സ്പീരിയൻസ് ചെയ്ത് നമുക്കൊരു തീറ്റ പോലത്തെ അവർ തരും. നമ്മളത് അവർക്ക് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലേക്ക് അങ്ങോട്ട്
ഇങ്ങനെ കൊത്തിയെടുക്കും. നല്ല രസമാണ്. എല്ലാ മീനും കൂടി കൊത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്തു. പക്ഷേ എൻ്റെ മോനത് പേടിയായതുകൊണ്ട് എൻ്റെ മോൻ ചെയ്തില്ല കേട്ടോ. വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുകയും ചെയ്തത്. നമ്മളത് കയ്യിലേക്ക് വെച്ച് കൊടുക്കേണ്ട സാധനം അവനത് ഇട്ട് കൊടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതേപോലെ അതിൻ്റെ പുറത്തൊക്കെ ആയിട്ട് നമുക്ക് ടീ സ്നാക്സൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ ഉപ്പിലിട്ടതെല്ലാം അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ജ്യൂസായിട്ടും ഒക്കെ കിട്ടും. പിന്നെ അതേപോലെ നമ്മൾ പ്രത്യേകം പറയാൻ മറന്നുപോയി, അവിടെ ഫോട്ടോ സെക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫോട്ടോ അവരെടുത്ത് തരും, ക്യാമറമാനൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളത് പുറത്ത് വന്നിട്ട് അവർ നമുക്കൊരു സ്ലിപ്പ് വന്നിട്ടുണ്ടാവും. ആ സ്ലിപ്പ് അവിടെ പുറത്തൊരു സ്റ്റാളിൽ കാണിച്ചാൽ നമുക്ക് ഏത് ഫോട്ടോയാണ് ഇഷ്ടമായതെന്ന് പറഞ്ഞു കൊടുത്താൽ അവർ നമുക്കത് 150 രൂപ എന്തോ ആണ് നമുക്കത് പ്രിൻ്റ് എടുത്ത് അവർ തരും കേട്ടോ. അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മളത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മോനോട് മറ്റേ മരുഭൂമിയിൽ ഓടിക്കുന്ന വണ്ടിയിലൊക്കെ കയറണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആളതിലൊന്നും കയറിയില്ല കേട്ടോ. ആളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ അറിയാം. അതൊക്കെ നമ്മൾ തൊട്ടടുത്തായിരുന്നല്ലോ ചാവക്കാട് ബീച്ചിലേക്ക് ഇറങ്ങി കേട്ടോ. മോന് വെള്ളത്തിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വെള്ളത്തിൽ കളിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പിള്ളേരുടെ ഹാപ്പിയാണല്ലോ നമുക്ക് വലുത്. അവർ ഹാപ്പി ആയിരിക്കണം. നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിള്ളേർക്ക് അതൊരു സന്തോഷമാവണം. അതാണല്ലോ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അങ്ങനെ ചാവക്കാട് നല്ല ക്രൗഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ചാവക്കാട് ബീച്ചിൽ ആദ്യമായിട്ടാണ് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത് വെക്കേഷനാണല്ലോ, ആദ്യമായിട്ടാണ്. അതേപോലെ അവിടെ ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിലേക്കൊന്നും നമ്മൾ പോയില്ല. കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കാലിട്ട് അങ്ങനെ നിന്ന് നല്ല രസം. നല്ല തണുത്ത വെള്ളം കൂടിയായിരുന്നു കേട്ടോ. എല്ലായിടത്തും പോകുമ്പോൾ ഈ വെയിൽ കൊണ്ടിട്ട് നല്ലൊരു ചൂട് വെള്ളം പോലെ ആയിരിക്കും. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. എന്താണാവോ അറിയില്ല എന്താണെന്ന്. അത് കഴിഞ്ഞ് നമ്മളവിടെ പുറത്ത് കുറച്ചിങ്ങനെ മീൻ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ തന്നെ ഫിഷിങ് ചെയ്തിട്ട് കിട്ടുന്ന മീനുകൾ. പക്ഷേ റേറ്റൊന്നും കുറവൊന്നും തോന്നിയില്ല. റേറ്റൊക്കെ നമ്മുടെ ഇവിടുത്തെ റേറ്റൊക്കെ തന്നെ തോന്നി. പക്ഷേ നല്ല പച്ച മീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങളത് മേടിച്ചില്ല കേട്ടോ. കാരണം റേറ്റ് നമ്മുടെ ഇവിടുത്തെ സാധാരണ റേറ്റൊക്കെ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നല്ലൊരു ആംബിയൻസിലുള്ളൊരു ചായക്കട കണ്ടിട്ടാ. കാരണം ആ ഒരു സമയത്ത് നല്ല ഓല മെയിനായിട്ടുള്ളൊരു ചായക്കട കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാൻ. അതേപോലെ നല്ല ചൂടും കടികളൊക്കെ അവിടെ വറുത്ത് കോരൊക്കെ ആയിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നമ്മളവിടെ ചാടി ഇറങ്ങിയിട്ടാ ഒരു ചായ കുടിക്കാമെന്നും പറഞ്ഞാൽ. നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ. ഓല മെയിൻ അതൊക്കെ ആയതുകൊണ്ട്. പിന്നെ താഴെ അതൊന്നും ഇട്ടിട്ടില്ല. താഴെ മണ്ണിലായിരുന്നു ചവിട്ടേണ്ടത്. അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നു. നല്ല സമൂസയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിച്ച് നമ്മൾ തിരിച്ചു വന്നപ്പോൾ ക്യാൻറ്റീനിലും കയറി ഷവായും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഒരു നല്ല ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.